അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വരാഹമൂർത്തിയെ ജപിക്കുന്നത്? ആരെങ്കിലും മന്ത്രം ജപിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാടണ്ടെന്ന് പറയും. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ മത്സ്യം കഴിക്കാൻ പാടില്ല, ഇന്നു മുതൽ മാംസം കഴിക്കാൻ പാടില്ല, ഇന്നു മുതൽ ചിട്ടയോടുകൂടി ജീവിക്കണം, ഇന്നു മുതൽ വാസ്തവത്തിൽ വ്രതങ്ങൾ ആചരിക്കുന്ന അതേ ശൈലിയിലായിരിക്കണം ജീവിതം. പറ്റുമോ? അതൊന്നും പറ്റൂല. ഞങ്ങൾക്ക് അതും വേണം ഇതും വേണം, ഉത്തരത്തിലുള്ള ഇടുക്കയും വേണം, കക്ഷത്തിലുള്ളത് പോകരുത്. പക്ഷെ ആ രീതിയിലല്ല. ഈ വ്രതങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചാൽ വളരെ ഫലവത്താണ്. ഭൂപതി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതി. നമ്മുടെ ഭൂമിയെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി എല്ലാം തന്നെ പോയി. അമ്പലക്കുളങ്ങളും അതുപോലുള്ള കുളങ്ങളുമെല്ലാം തന്നെ അന്യാധീനപ്പെട്ടു. ചപ്പും ചവറും നിറഞ്ഞ പ്രദേശങ്ങളായിട്ട് മാറി. ക്ഷേത്രാന്തരീക്ഷത്തിൽ ശ്രീകോവിൽ മാത്രമായി. ഇടിഞ്ഞും പൊളിഞ്ഞും മലർനിവേദ്യം പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ അധപ്പതിച്ച രീതിയിലേക്കായി. എല്ലാ തരത്തിലും നശിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടായപ്പോഴാണ് ഈ ഭൂപതിമാരായിരുന്നു നമ്മളെല്ലാം. ഈ ഭൂപതിമാരെന്ന് പറയുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ജപിക്കുക. അപ്പോൾ ഇതിലാരെങ്കിലും ഈ സിവിൽ കേസുകാരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വക്കീലും വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാ തരത്തിലും സിവിൽ കേസുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജപിച്ച് കളയാമെന്ന് കരുതും. എന്താ അത്? കുറേ ഭൂമി നഷ്ടപ്പെട്ട് വടക്കോശം വേലായുധൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അളന്ന് വന്നപ്പോൾ ഒരു 10 സെൻറ്റോളം വരും. 5 ലക്ഷം രൂപ വെച്ച് 50 ലക്ഷം രൂപയുടെ മുതലാണ്. അത് കിട്ടാനെന്താ മാർഗം? ഈ വക്കീൽ ഇവിടെ വേദിയിലിരുന്ന് ജപിക്കാൻ പറഞ്ഞു, നോക്കൊന്ന് ജപിച്ച് കളയാം. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭുർഭുവസ്വപതയേ ഭൂപതിത്വം മേ ദേഹി ദദാഭയ. കരുനാഗപ്പള്ളി ഭാഗത്ത് ഈ അമൃതാനന്ദമയ്യുടെയൊക്കെ ആ മഠത്തിനൊക്കെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സപ്താഹത്തിൻ്റെ വിളക്കോളത്തി കൊടുക്കാൻ പോയ ആ ദിവസം കഴിഞ്ഞ് വരാഹാവതാരമുള്ള ദിവസം പ്രസംഗിക്കാനും ചെല്ലണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, മലയാള ഭാഗവതമായാലും ആദ്യത്തെ ദിവസം വരാഹാവതാരം. അന്നവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള ഈ മണ്ഡപത്തിൻ്റെ ചുറ്റും 1500-2000 ഇടയ്ക്ക് പ്ലാസ്റ്റിക് കവറുകൾ നിറച്ച് മണ്ണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോരോ വീട്ടിൽ നിന്നും മണ്ണ് 4 മൂലയ്ക്കിൽ നിന്നും നടുവിൽ നിന്നും, ഇതാണല്ലോ ജ്യോത്സ്യന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, 4 മൂലയ്ക്കിൽ നിന്നും നടുവിൽ നിന്നും അങ്ങനെ മണ്ണെല്ലാം തന്നെ വാരിയെടുത്ത് അത് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുകയാണ്. ഭൂമിയുടെ ദോഷം പോകാൻ പോകുമോ? ഭൂമിയുടെ ദോഷം പ്രകൃതിയുള്ളത് സ്വമേധയാ, അല്ലെങ്കിൽ അവിടെ ഇൻഹറൻ്റായിട്ടുള്ളത് ആ പ്രകൃതിയെ തന്നെ അവിടെയുള്ള ദോഷങ്ങളെല്ലാം തന്നെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സർപ്പങ്ങളെയെല്ലാം തന്നെ ആവാഹിച്ച് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാറില്ലേ? പോകുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച് മറ്റു പലയിടത്തും കൊണ്ടുപോയി കിടത്താമെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമോ? അങ്ങനെ എല്ലാ തരത്തിലും ഭൂമി എന്ന് പറയുന്നതിൻ്റെ കേട് അതിൻ്റെ കൂടെയുള്ളതാണ്. അതെല്ലാം തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് 5 ഈ 4 മൂലയ്ക്കിൽ നിന്നും നടുവിൽ നിന്നും മണ്ണെടുത്ത് പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു. ഒരു ലോഡ് മണ്ണുണ്ട്. ആചാര്യന്മാർ ചെയ്യുന്ന വൃത്തികേടുകളാണ്. അപ്പോൾ ഈ ആചാര്യന്മാരുടെ വൃത്തികേടുകളിൽപ്പെട്ട് മണ്ണെല്ലാം തന്നെ വാരിക്കോണം. അതിനകത്ത് മീൻ വെട്ടി കഴുകിയ വെള്ളമൊക്കെ വീണിട്ടുള്ള മണ്ണും കാണും ഇല്ലേ? തൊഴുത് പിടിക്കണേ എന്തിനാ? ഇതൊക്കെ നടക്കണേ. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെ വൃത്തികളുടെ ഒരു കൂമ്പാരമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടപ്പോൾ ചോദിക്കേണ്ടി വന്നു, എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ്. എന്താ കാരണം? വരാഹമൂർത്തി നമ്മുടെ ഭൂമിയുടെ കേടുമാറ്റും പോലും. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തയല്ല ഭാഗവത്തിൽ വേണ്ടത്. അവിടെ ഭൂമി എന്ന് പറയുന്നത് ശരീരമാണ്. മറന്നു പോകുമോ? ഇനി ഒന്ന് ജപിക്കൂ. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭുർഭുവസ്വപതയേ. സ്പെല്ലിങ് കിട്ടിയോ? ഭുർ ഭുവ സ്വ. ഈ ഭുർ എന്ന് പറയുന്ന ആകാശതലത്തിലായാലും മണ്ണിൻ്റെ 2ാമത്തെ തട്ടായാലും അഗാധമായിരിക്കുന്ന പാതാള ലോകമായാലും അതിൻ്റെ 3ൻ്റെയും പതി, 3ൻ്റെയും ഉടമസ്ഥനോ അതിൻ്റെ എല്ലാം തന്നെ അധികാരി എന്നോ പറയുന്ന ഈ ദേവതയോട് ഭുർ ഭുവസ്വപതയെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ത്രിലോകങ്ങളുടെയും അധിപതിയായിരിക്കുന്ന അല്ലയോ വരാഹമൂർത്തിയെ. ശിവൻ്റെ മന്ത്രം നിങ്ങൾ ജപിക്കാറില്ലേ? ത്രയംബകം യജാമഹേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ത്രയംബകേ, അവിടെയും പറയാറുണ്ട്. അങ്ങനെ 3 എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം തന്നെ ഉടമസ്ഥത, അധീശത്വം ഈശ്വരനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗായത്രി ജപിക്കുമ്പോഴും എങ്ങനെ ജപിക്കും? ഓം ഭുർഭുവസ്വ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ ന പ്രചോദയാത്. അവിടെയും ഭുർഭുവസ്വ ഓങ്കാരത്തിൻ്റെ 3 ഘടകങ്ങളാണ്. അപ്പോൾ അങ്ങ് ഇങ്ങ് അതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മുകളിലെ താഴത്തെ അതിൻ്റെ ഇടയിൽ, അങ്ങനെയുള്ള 3 കൂടിയ പ്രപഞ്ചത്തെ ഊർധ്വലോകവും അധോലോകവും മധ്യലോകവും തന്നെ ഉൾപ്പെടുന്ന ആ 3 പ്രദേശങ്ങളെ, അതിനെ എല്ലാം തന്നെ ഭരിക്കുന്ന അല്ലയോ വരാഹമൂർത്തയെ. അർത്ഥം മനസ്സിലായല്ലോ അല്ലേ?
ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദദാപയ. എന്നെ ഭൂമിയുടെ പതിയാക്കി തീർക്കണമെന്നാണ് പ്രാർത്ഥന. ആ ഭൂമിയുടെ പതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏക്കർ കണക്കിന് വസ്തുവുണ്ടായിരുന്നു നമ്മുടെ പുരാതനമായിട്ടുള്ള കുടുംബത്തിന്. നഷ്ടപ്പെട്ടു പോയ വീട് സ്ഥലമെല്ലാം തന്നെ വീണ്ടും കെട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. നേരെ മറിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്ന ശരീരമാകുന്ന ഭൂമിയെ മറന്നു പോകരുത്. ശരീരമാകുന്ന ആ ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കുട്ടികൾ ജപിക്കണം. നന്നേ ചെറുപ്രായത്തിലെ തന്നെ നമ്മുടെ വക്കീൽ സാറും ഇവരെല്ലാവരും തന്നെ ജാമ്യം കൊടുക്കാൻ നടക്കാറുണ്ട്. 18 വയസ്സായിട്ടില്ല. അല്ലെങ്കിൽ നന്നേ ചെറുപ്രായത്തിലെ തന്നെ ചരസും കഞ്ചാവും ഈ പറയുന്ന മയക്കുമരുന്നും ഇതെല്ലാം തന്നെ കൊണ്ട് നടക്കുന്നവരെ പിടികൂടിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുന്ന രീതി. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെ അബദ്ധമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള രീതിയിലേക്ക് പോയപ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് എന്താ? നഷ്ടമാകുന്നത് ശരീരം. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ ആസുരികമായിട്ടുള്ള പ്രവണത കൊണ്ട് കണ്ണിക്കണ്ട ചപ്പും ചവറുമെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കഴിവെങ്കിൽ മസാലയൊന്നും കഴിക്കാതിരിക്കുക. എൻ്റെ വീട്ടുകാർ കേൾക്കണ്ട. അപ്പോൾ ഏതായാലും മസാലയൊന്നും കഴിക്കാതിരുന്നാൽ വയറ് സുഖമായിട്ടിരിക്കും. അല്ലെങ്കിൽ അറബിക്കടലിൽ തിരമാല കിടന്ന് തുള്ളിച്ചാടുന്ന പോലെ വയറിലൊച്ചയമ്പകളുണ്ടാവും. മസാല ഇതും അപകടമാണ്. വയറുകേടായ പല്ല് പോകും, പല്ല് കേടായ വയറുകേടാകും. അങ്ങനെ ശരീരത്തെ സുസ്ഥിരമാക്കി നിർത്തണമെങ്കിൽ ആഹാരാദി കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. ചരസ്, കഞ്ചാവ്, അതുപോലുള്ള മദ്യം, ഇതുപോലുള്ള പദാർത്ഥങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുക. അങ്ങനെ വരുമ്പോൾ ശരീരം സുദൃഢമാകും. സൗണ്ട് ബോഡി, അപ്പോൾ സൗണ്ട് മൈൻഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വരാഹമൂർത്തിയെ ജപിക്കുന്നത്? നമുക്ക് സൗണ്ട് ബോഡി ആൻഡ് സൗണ്ട് മൈൻഡ്. അപ്പോൾ നല്ലൊരു മനസ്സും നല്ലൊരു ശരീരവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം. ജപിക്കുമോ? എന്നാൽ ജപിക്കൂ. ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദദാപയ. 2 പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് ഇട്ടുതന്നത്. ഒന്ന് ഭഗവാൻ വിഷ്ണുവിൻ്റെ വരാഹമൂർത്തിയുടെ മന്ത്രം, മറ്റൊന്ന് ശിവൻ്റെ ദക്ഷിണാമൂർത്തി മന്ത്രം. മറന്നു പോകരുത് രണ്ടും. ഈ തൃക്കൈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും തന്നെ, ഞാൻ അങ്ങകലെ ഉള്ള വ്യക്തിയാണെങ്കിലും വസുദൈവ കുടുംബകം എന്ന് പറയുന്ന രീതിയിൽ അന്യമല്ല, അന്യരല്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് എന്നുള്ള ചിന്താഗതിയോടുകൂടി ജപിച്ചിരിക്കണം. ഹിന്ദുക്കൾ എന്തേ നശിക്കാൻ കാരണം? എൻ്റെ നാട്ടിലാണ് വാസ്തവത്തിൽ, അവർ കേട്ടാലും വിരോധമില്ല, എൻ്റെ നാട്ടിലാണ് തോമശ്ലീഹ വന്നു എന്ന് പറയുന്നത്. എൻ്റെ നാട്ടിലാണ് പറവൂർ പള്ളി. വെള്ളം കുത്തിപ്പൊക്കിക്കൊണ്ട് തർപ്പണം ചെയ്യുന്ന ബ്രാഹ്മണക്കുട്ടികളെ വശീകരിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളമെല്ലാം തന്നെ മുകളിൽ പൊക്കി നിർത്താമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അന്താളിച്ചു പോയി. കാരണവന്മാർ വന്നു, അവർക്കും സാധിച്ചില്ല. കാരണം എന്താ? അവർ ഗായത്രി ജപിച്ചിട്ട് 100 കൊല്ലമായി. കേട്ടോ? ഞാൻ വളരെയേറെ ആരാധിക്കുന്ന എൻ്റെ ഗുരുനാഥനാണ് പുല്ലയിൽ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട്. ചിട്ടയോടുകൂടി വാസ്തവത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധമുള്ള ഇല്ലവുമുണ്ട്. ഇത്രമാത്രം ചിട്ടയോടുകൂടി താന്ത്രിക കർമ്മങ്ങളും മാന്ത്രിക കർമ്മങ്ങളും ഭാഗവതവും പുരഞ്ജനോപാഖ്യാനമെല്ലാം ചിട്ടപ്പടി യാതൊരു കഥാപാത്രത്തെയും ഒഴിവാക്കാതെ എല്ലാം തന്നെ കൊളുത്തി അതിസുന്ദരമായിട്ട് അത്തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൊരു അധ്യാപകൻ. അദ്ദേഹം വളരെ ശ്രേഷ്ഠനാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. പക്ഷേ ഇവർ വന്നിട്ട് വാസ്തവത്തിൽ വെള്ളം കുത്തിപ്പൊക്കി അത് മുകളിൽ നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള കുറ്റം കൊണ്ട് ഒക്കെ കൂടി പോയി അവരുടെ ഇല്ലം പള്ളിയായി. എന്നിട്ട് അവരെല്ലാവരും നേരെ പോയി അങ്ങോട്ടേക്ക്. ഈ കഥയെ കേരളത്തിൽ കേൾക്കാനുള്ളൂ. അപ്പോൾ ബ്രാഹ്മണന്മാരായാലും ആരായാലും അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ ഗ്രന്ഥം കരത്തിലുണ്ടായാൽ മതി. ഗ്രന്ഥത്തിൽ അർത്ഥം ഗ്രഹിച്ചേ മതി വരൂ. പണ്ട് മന്മഥൻ സാറ് ഈ 2 മുണ്ട് കക്ഷത്തിലിങ്ങനെ ഇറക്കി പിടിച്ചുകൊണ്ട് എനിക്ക് അച്ഛൻ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന രംഗം എല്ലാ കോളേജുകളിലും ഞാൻ പഠിച്ച കാലടിയിലായാലും UC കോളേജിലായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിച്ചപ്പോൾ ഇതേ രീതിയിൽ 2 മുണ്ട് കക്ഷത്തിലിങ്ങനെ പിടിച്ചുകൊണ്ട് എനിക്ക് അച്ഛൻ തന്നതാണ്, ഞാൻ പുറത്തേക്ക് എടുക്കില്ല. എനിക്ക് അച്ഛൻ തന്നതാണ് ഈ വേദങ്ങളും എല്ലാ കാര്യങ്ങളും, ഞാൻ അതുകൊണ്ട് ഇത് പുറത്തേക്ക് എടുക്കില്ല. ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു നോക്കില്ല, അതൊന്നും മനസ്സിലാക്കില്ല, അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടിയതാണ്. ഇന്നും ഓടുക. അപ്പോൾ ഇന്നും വാസ്തവത്തിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ആ ആ ഈടൂപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ട്രഷർ ഹൗസ് എന്ന് പറയുന്ന ഖജനാവിലേക്ക്, ആ വേദമന്ത്രതന്ത്രാദികളിലേക്ക് നമ്മൾ കടന്നു നോക്കുന്നില്ല. അതിൻ്റെ പൊരുളെന്താണെന്ന് അന്വേഷിക്കുന്നില്ല. ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ പ്രയോഗിച്ചു എന്ന് മാത്രം. സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി എന്ന് തർപ്പണം ചെയ്തുകൊണ്ട് ജപിക്കുന്ന കുട്ടികൾക്ക് വെള്ളം പൊക്കി മുകളിൽ നിർത്തുന്ന മാജിക് അറിയില്ല. അച്ഛനമ്മമാരും വാസ്തവത്തിൽ തർപ്പണം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തർപ്പണം മാത്രമാണ്. ജലം മുകളിൽ ഇങ്ങനെ പൊക്കി നിർത്തിക്കൊണ്ട് അത്ഭുതം കാണിക്കുന്ന പ്രവൃത്തി അവർക്കില്ല. നേരെ മറിച്ച് മന്ത്രസിദ്ധികളെല്ലാം തന്നെ കൈവരിച്ച പൂർവ്വസൂരികൾ അവർ പലതും ഇങ്ങനെ ലോകത്ത് കാണിച്ചു കൊടുക്കും. അത് അത്ഭുതങ്ങൾ.
ഇതൊന്നും സാധിക്കാത്തവരെല്ലാവരും തന്നെ വെറുതെ ഒരു മാജിക്കുകാരൻ വെള്ളം മുകളിൽ ഇങ്ങനെ നിർത്തിയെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പരക്കം പായത് വാസ്തവത്തിൽ നമ്മളെപ്പറ്റി ബോധ്യമില്ലാഞ്ഞിട്ട് ഇതും കേൾക്കുക, എന്നിട്ട് ജപിക്കുക ഒരു പ്രാവശ്യവും കൂടി. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദദാഭയ. ഈ പന്നിയുടെ വേഷം കെട്ടിയത് ആണു മാത്രമല്ല, കാലടി ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പന്നി വേഷം കെട്ടിയ പെണ്ണിനെയും കാണാം, വാരാഹി. അപ്പോൾ വരാഹമൂർത്തിയെപ്പോലെ തന്നെ വാരാഹി എന്ന് പറയുന്നൊരു ദേവീ സ്വരൂപം. ആ വാരാഹിയെ നിങ്ങൾ കാണുന്ന ലളിതാ സഹസ്രനാമത്തിലാണ് ദണ്ഡനാഥ പുരസ്കൃത, ദണ്ഡനാഥ വാരാഹി. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ സർവ്വസൈന്യാധിപയായിട്ട് വരുന്നത് വാരാഹി എന്ന് പറയുന്ന പന്നിമോന്ത. അതുപോലെ ഇവിടെ പന്നിമോന്തയുള്ള ഭഗവാൻ അവതരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? ഭൂപതിയാക്കി തരാൻ വേണ്ടിയിട്ടാണ്, നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ട് ദൃഢമായിട്ടുള്ളൊരു ശരീരത്തിൻ്റെ ഉടമ എന്ന അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കാതെ രോഗഗ്രസ്തനായി യാതൊന്നും ചെയ്യാൻ പറ്റാതെ കോഞ്ഞാട്ട പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അലസന്മാരായിട്ട് നടക്കുന്നൊരവസ്ഥയ്ക്ക് അറുതി വരാൻ അസുരൻ അപഹരിച്ചു എന്ന് പറയുന്ന രീതിയിൽ എല്ലാ തരത്തിലും സംസ്കാരശൂന്യമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് പതിക്കാതിരിക്കാൻ എന്ത് ജപിക്കണം? ഈ പറയുന്ന വരാഹമൂർത്തി ഒന്ന് ഞാൻ ചൊല്ലിത്തരാതെ ജപിക്കാമോ? ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദദാഭയ. ഇനി നമ്മളൊക്കെ കിളവന്മാരും കളത്തികളൊക്കെ പിള്ളേരൊന്നിനെയും കാണാനില്ല. അപ്പോൾ അവർ വാസ്തവത്തിൽ ജപിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ അവരുടെ ശരീരമെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ശരീരത്തെ സൂക്ഷിക്കുക. എന്താണ് ശരീരമെന്ന് ആയുർവേദത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ശരീരമദ്യം ഖലു ധർമ്മസാധനം എന്ന് തന്നെയാണ്. ആയുർവേദ സിദ്ധാന്തപ്രകാരം നമ്മുടെ ധർമാനുഷ്ഠാനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളൊരു വസ്തു, ഒരു സാധനം തന്നെയാണ് ഈ ശരീരം. അതാണ് ധർമ്മസാധനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അനിവാര്യമായിരിക്കുന്ന ശരീരത്തെ കേടുവരുത്താതെ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ഇനി ഒന്നുകൂടി ഇട്ട് എന്നിട്ട് മുന്നോട്ട് പോകാം. എന്തിനാണ് ഈ ചിട്ടയെല്ലാം തന്നെ വിട്ട് ക്രമമെല്ലാം തന്നെ വിട്ട് തെറ്റിച്ച് മത്സ്യം കൂർമ്മം എന്ന് പറയുന്ന അവതാരങ്ങൾ വരാതെ എന്തുകൊണ്ട് വരാഹാവതാരം വന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ ശരീരത്തെ ഉറ്റുനോക്കി ശരീരത്തെ ദൃഢമാക്കി ആസനമെല്ലാം തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി പഠിപ്പിക്കുകയാണ്. ദ്വിതീയ സ്കന്ധത്തിൽ എന്നുവെച്ചാൽ രണ്ടാമത്തെ സ്കന്ധം. ഈ രണ്ടാമത്തെ സ്കന്ധത്തിൽ പരീക്ഷത്ത് മുൻപിലിരിക്കുന്ന പരീക്ഷത്തിനോട് ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്ന ജിതാസനനാകുക, കേൾക്കണം നിങ്ങൾ, ജിതാസനനാകുക, ജിതശ്വാസനാകുക, ജിതേന്ദ്രിയനാകുക, ജിതസംഗനാകുക. കേട്ടോ? ഈ നാലും. ജിത ആസനനാകുക, നമ്മൾ ഇരുന്നാൽ നടുവേദനയില്ലാതെ അധിക നേരം ഇരുന്നാൽ യാതൊരു പ്രയാസവുമില്ലാതെ അങ്ങനെ ആസനമെല്ലാം തന്നെ ജയിച്ച രീതിയിലേക്ക് വരിക, ജിതാസനായി. ജിതസംഗനം ജിതേന്ദ്രിയനും ജിതസംഗനുമായിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം തന്നെ നിയന്ത്രിച്ച് നമ്മുടെ തൊൽപ്പടിക്ക് കൊണ്ടുവന്ന് പ്രാണായാമാദി കാര്യങ്ങളിലൂടെ സുദൃഢമായിരിക്കുന്ന ഒരു ശരീരത്തെ സൃഷ്ടിച്ചെടുക്കുക ഇത് ആദ്യത്തെ പണിയാണ്. അപ്പോൾ നമ്മൾ ഭാഗവത വേദിയിലേക്ക് വന്ന് ശുഭേച്ഛ എന്ന് പറയുന്ന ആദ്യത്തെ ദിവസം ഈ സോപാനത്തിലിരിക്കുന്നത് നല്ലൊരു ശരീരത്തോടു കൂടിയായിരിക്കണം. അതിനു വേണ്ടിയിട്ട് വരാഹാവതാരം മറന്നു പോകുമോ? അപ്പോൾ നാളെ വരാഹാവതാരം ഇവിടെ ചന്ദനം ചാർത്തി കഴിയുമ്പോൾ തൊട്ട് തൊഴുമ്പോൾ അത്തരത്തിൽ പന്നിമോന്തയുമായിട്ട് അദ്ദേഹം വന്നത് പൊക്ലീനില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഉരുണ്ട ഭൂമിയെ തച്ചുപറിച്ചു കൊണ്ടുപോയ അസുരൻ്റെ കയ്യിൽ നിന്ന് ആ ഉരുണ്ട സാധനത്തെ പൊക്കിക്കൊണ്ടുവരാൻ സ്പൂൺ പോലെ ഒരു സ്ഥലം ഈ മൂക്കും അതുപോലെ മേൽച്ചുണ്ടും ഇങ്ങനെ ഉരുക്കി ഒരു പ്രത്യേക അവയവം ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ വന്നു എന്ന് കഥയ്ക്ക് പറയാൻ കൊള്ളാം. സത്യത്തിൽ അതൊന്നുമല്ല അതിൽ അന്തർഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശരീരത്തെ സുദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഉപാസന നടത്തുക. ഏതൊരു ഈശ്വരനാണോ നമ്മുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്, ആ ഈശ്വരൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉപാസന എന്ന് പറയുന്ന സംഗതി ഉപേക്ഷിക്കാതിരിക്കുക. മറന്നു പോകുമോ? ഈ പറയുന്ന വരാഹമൂർത്തിയെ ഉപാസിച്ചുകൊണ്ട് ശരീരത്തെ ഒന്ന് ഉറപ്പിച്ചെടുക്കുക. ഒന്നുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നിർത്താം, പ്രസംഗമല്ല ആ ഭാഗം. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദദാഭയ. ആരെങ്കിലും മന്ത്രം ജപിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാടണ്ടെന്ന് പറയും. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ മത്സ്യം കഴിക്കാൻ പാടില്ല, ഇന്നു മുതൽ മാംസം കഴിക്കാൻ പാടില്ല, ഇന്നു മുതൽ ചിട്ടയോടുകൂടി ജീവിക്കണം, ഇന്നു മുതൽ വാസ്തവത്തിൽ വ്രതങ്ങൾ ആചരിക്കുന്ന അതേ ശൈലിയിലായിരിക്കണം ജീവിതം. പറ്റുമോ? അതൊന്നും പറ്റൂല. ഞങ്ങൾക്ക് അതും വേണം ഇതും വേണം, ഉത്തരത്തിലുള്ള ഇടുക്കയും വേണം, കക്ഷത്തിലുള്ളത് പോകരുത്. പക്ഷെ ആ രീതിയിലല്ല. ഈ വ്രതങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചാൽ വളരെ ഫലവത്താണ്.
ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ തന്ത്രിമുഖ്യൻ ഞാൻ വീട്ടിൽ ഈ ഭട്ടേരിപ്പാടിനെ പറ്റി പറഞ്ഞപ്പോൾ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹം ആഹ്രീം യോഗിനി യോഗിനി എന്ന് തുടങ്ങുന്ന ആ സ്വയംവരഭാരതി മന്ത്രത്തെ നിഷിച്ചു. പണ്ട് മാതൃഭൂമിയിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ലേഖനം അത് കണ്ടു വാസ്തവത്തിൽ ഞാൻ യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് നടന്നു നീങ്ങിയത്. അദ്ദേഹം തന്നെ ഒടുവിൽ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന്. അപ്പോൾ എല്ലാ തരത്തിലും മന്ത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിച്ചറിയുക. നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് അതിനെയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ യോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഗുണമുള്ളൂ. ഉപയോഗിക്കുക യോഗാവസ്ഥയിലേക്ക്. പിടുത്തം കിട്ടുന്നുണ്ടോ ആവോ? ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ യൂസ് എന്നുള്ള രീതിയല്ല. മന്ത്രങ്ങളെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് യോഗാവസ്ഥയിലേക്ക് എത്തണം. ഇഷ്ടദേവതയുമായിരിക്കുന്ന ദേവനുമായിട്ട് നിങ്ങൾ ഇഴുകിച്ചേരണം. ഇവിടെയും തൃക്കൈ ഭഗവാനുമായിട്ട് നിങ്ങൾ അനുദിനം അടുത്തുകൂടിയിട്ട് സമഞ്ജസമായിട്ട് സമ്മേളിക്കണം. അതാണ് യോഗ. അപ്പോൾ യോഗ എന്ന് പറയുന്ന രാംദാസിനെ പോലുള്ളവരെ ഈ വയറിട്ടിളക്കുന്നതും തലകുത്തി കേൾക്കുന്നതും അത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നതൊന്നും യോഗയല്ല. യോഗ ചിത്തവൃത്തി നിരോധക എന്ന് തന്നെ പഠിക്കുക. അപ്പോൾ ചിത്തവൃത്തികളെ നിരോധിച്ചുകൊണ്ട് ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ തഥാ ദൃഷ്ടസ്വരൂപ അവസ്ഥാനം. അങ്ങനെ യോഗമാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒടുവിൽ കാണാൻ കഴിയും ഞാൻ ആര് എന്ന്. നമ്മുടെ സ്വരൂപം ദർശിക്കാൻ വേണ്ടിയിട്ടാണ് യോഗ. അല്ലാതെ കുറേ എക്സർസൈസസ് ഇങ്ങനെ നടത്തിയിട്ട് അതിന് ജിമ്മിൽ പോയാലും മതി. ശരീരത്തെയെല്ലാം തന്നെ ഉരുട്ടിപ്പുരട്ടി നല്ല വളരെയേറെ സൗഭാഗ്യമായിരിക്കുന്ന നല്ല സുന്ദരമായിരിക്കുന്ന ഒരു ശരീരത്തെ വാർത്തെടുക്കലല്ല യോഗയുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള യോഗ നമുക്ക് വേണ്ട. അപ്പോൾ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള യോഗാവസ്ഥയിലേക്ക് പോയേ മതിയാവൂ. ഉപയോഗമതാണ്, പ്രയോഗമതാണ്, വിനിയോഗമതാണ്. അത്തരത്തിൽ വേണം ഈ പറയുന്ന വരാഹമൂർത്തിയെ ഉപാസിക്കാനും. അപ്പോൾ ശരീരം എന്താണ്? ഭൂമി. ശരീരമെന്ന് പറയുന്ന ഭൂമിയിൽ എല്ലാം വിളയും. ഈ ശരീരമെന്ന് പറയുന്ന ഭൂമിയിൽ നല്ല കൃഷിക്കാരനാണ് നിങ്ങളെങ്കിൽ നല്ല പോലെ നിങ്ങൾക്ക് വിതയ്ക്കാം. ഈ ശരീരത്തെ നിങ്ങൾക്ക് ഇളക്കി മറിക്കാം, അതായത് ഉഴുതുമറിക്കാം. അങ്ങനെ ശരീരത്തെ നിങ്ങൾ ഉഴുതുമറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴുവുചാല് അതിൽ ജനിച്ചവളാണ് സീത. കേട്ടോ? അപ്പോൾ ഓരോ വ്യക്തിയും അവനവൻ്റെ ശരീരത്തെ ഉഴുതുമറിച്ച് കഴിയുമ്പോൾ, നല്ല പോലെ ഇളക്കി മറിച്ച് കഴിയുമ്പോൾ, നല്ലൊരു കൃഷിയിടമാക്കി അല്ലെങ്കിൽ യാഗഭൂമിയോ യോഗഭൂമിയോ ആക്കി മാറ്റുമ്പോൾ ആ സീത എന്ന് പറയുന്ന ഒഴുവുചാലിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വിദ്യാദേവത അതാണ് സീത. അപ്പോൾ എല്ലാ തരത്തിലും സീത എന്ന് പറയുന്ന ഈശ്വരിയെ നമുക്ക് കിട്ടണമെങ്കിൽ ശരീരമാകുന്ന ഈ ഉപാധിയെ അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശരീരത്തെ അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന വിളനിലം എന്ന് പറയുന്ന ഈ ശരീരത്തെ ഉഴുതുമറിച്ച് നമ്മൾ അതിൽ നിന്ന് നല്ല ഹാർവെസ്റ്റ്, നല്ല ഒരു കൊയ്ത്ത് നടത്തുക. അതാണ് ലക്ഷ്യം. അപ്പോൾ ശരീരമാണ് ഭൂമി, അല്ലാതെ വേറെ ഭൂമിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. ഈ ലോകത്ത് ഈ ശരീരത്തെ മെരുക്കിയെടുക്കാനും ഒരുക്കിയെടുക്കാനും വേണ്ടിയിട്ട് ജപിക്കേണ്ട മന്ത്രമാണ് ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭുവസ്വപതയെ ഭൂപതി ത്വമേ ദേഹി ദദാഭയ. ഒന്നുകൂടി നിങ്ങൾ കടക്കാൻ തയ്യാറുണ്ടോ? ഈ ശരീരമെന്ന് പറയുന്ന വിസ്തൃതമായിരിക്കുന്നൊരു പ്രദേശത്തെ അതിനെയെല്ലാം തന്നെ വിട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒതുങ്ങിക്കൂടിയാൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് സുഷുമ്നാഖണ്ഡത്തിൻ്റെ പര്യവസാന വേളയാണ്. സുഷുമ്നാഖണ്ഡം അറിയാം ഇല്ലേ? സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാഖണ്ഡം, അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്ന ജനേന്ദ്രിയത്തിനും കുതത്തിനും ഇടയ്ക്ക് ആ ഭാഗമാണ് വാസ്തവത്തിൽ പര്യവസാന വേള. അവിടെ ഒരു ദ്വാരമുള്ളത് അടച്ചു വച്ചിരിക്കുന്നു, തലയിലൊരു ദ്വാരമുള്ളതും അടച്ചു വച്ചിരിക്കുന്നു. അടച്ചു വച്ചിരിക്കുന്ന ദ്വാരം തുറക്കലാണ് മനുഷ്യൻ്റെ പ്രയത്നം. അത് സാധന. നമ്മൾ ചെയ്യുന്ന ഈ സാധന ഉപാസനകളെല്ലാം തന്നെ അടച്ച ദ്വാരങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. മറന്നു പോകുമോ? ദൈനംദിനം പ്രാണായാമം ചെയ്തും യോഗാഭ്യാസങ്ങൾ നടത്തിയും ശരീരത്തെ മെരുക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാഖണ്ഡത്തിൻ്റെ ഏറ്റവും അവസാനത്ത് അടച്ചു വച്ചിരിക്കുന്ന ഭാഗം പതുക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലൂടെ കടന്നു കയറുക. അതാണ് ലക്ഷ്യം. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ പട്ടുകൊണ്ട് പൊതിഞ്ഞ് ഒരു മുളങ്കമ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ പുതപ്പിച്ച് കളഞ്ഞു. അതിൻ്റെ ഉള്ളിൽ 7 മുട്ടുകളാണ്. ഈ 7 മുട്ടുകളെന്ന് പറയുന്ന ദുന്തുകാരി എന്ന് പറയുന്ന ദുർമൃതിപ്രേതം കയറിയിരുന്ന് പൊട്ടിച്ച മുട്ടുകളാണ്. ദുർമൃതിപ്രേതമായിരുന്ന ദുന്തുകാരിക്ക് മോക്ഷം കൊടുത്ത ഗോകർണൻ മാഹാത്മ്യത്തിൽ പറയുന്ന അയാൾ ഏറ്റവും ചുവട്ടിലുള്ളൊരു ദ്വാരം കണ്ട് കയറിക്കൂടി ഓരോ ദിവസവും ഓരോ മുട്ട് പൊട്ടിച്ചുകൊണ്ട് 7ാമത്തെ മുട്ടും പൊട്ടിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അയാൾ മുക്തനായി പ്രേതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള രീതിയാണ് ഇവിടെ കാണുന്നത്. അതും ഈ നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാഖണ്ഡം. അതിനെ വാസ്തവത്തിൽ കീചകമെന്ന് പറയുന്ന വണ്ട് തുളച്ച തുളയിൽ കൂടി കയറി എന്നാണ് ഭാഗവതം. അവിടെ ഒരു തുളയുണ്ടാക്കണം. വണ്ട് തുളച്ച തുള എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടിൻ്റെ, ഭ്രമരത്തിൻ്റെ, ഭ്രാമരി എന്ന് പറയുന്ന ദുർഗയുടെ, ദേവിയുടെ, ഹ്രീങ്കാരത്തിൻ്റെ ആ ശബ്ദവീജികളുടെ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്
നിങ്ങൾ ജപിച്ച് അടച്ചിരിക്കുന്ന ദ്വാരം തുറക്കുക. പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അടച്ചിരിക്കുന്ന ദ്വാരം തുറന്നാൽ പതുക്കെ മുകളിലേക്ക് കയറാം. അങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്ന ജനനേന്ദ്രിയത്തിനും കുതത്തിനും ഇടയ്ക്ക് സുഷുമ്നാഖണ്ഡത്തിൻ്റെ അവസാന വേളയിൽ അതാണ് ഭൂമി തത്വം. അപ്പോൾ 2 തരത്തിൽ പറഞ്ഞു, മറന്നു പോകാതിരിക്കുക. ശരീരം അപ്പാടെ, ശരീരം ഒട്ടാകെ തലത് ഭൂമി തത്വമാണ്. ശരീരത്തിലുള്ള 5 ഭാഗങ്ങൾ കഴുത്തു മുതൽ വിശുദ്ധി, അനാഹതം, മണിപൂരം, ലിംഗഭാഗത്ത് സ്വാധിഷ്ഠാനം, ഏറ്റവും താഴത്ത് ഈ പറയുന്ന മൂലാധാരം, ഇങ്ങനെ 5 ഭാഗങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചമഹാഭൂതങ്ങളാണ്. അതിൽ ഭൂമി എന്ന് പറയുന്നതിനെ രക്ഷിക്കാനാണ് വരാഹമൂർത്തിയോട് ആവശ്യപ്പെട്ടത്. അതായത് മൂലാധാരത്തെ കാത്തു സൂക്ഷിക്കുക. മൂലാധാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എന്ന് നമ്മളെ കിന്നരം പാടിക്കുന്നത് ഇന്നും ഡെയിലി പത്രത്തിൽ കാണാം. ഒരു 5-6 പീഡകന്മാരെ, പീഡന കേസിലെ പ്രതികളെ, കളവന്മാരും 77-80 വയസ്സുള്ളവരൊക്കെ പീഡിപ്പിക്കാൻ നടക്കുക. അപ്പോൾ അവരെല്ലാവരും തന്നെ ശിക്ഷിതരാകുന്ന രീതി ഇപ്പോൾ കാണാം. എന്തേ കാരണം? അവർ വാസ്തവത്തിൽ ഉയരുന്നതുമെല്ലാം തന്നെ അരക്കെട്ടിലാണ്. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, കേൾക്കുക നിങ്ങൾ. അരക്കെട്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതം അത് വാസ്തവത്തിലുള്ള ഡിമാർക്കേറ്റിംഗ് പോയിൻ്റാണ്. അരക്കെട്ട് മുതൽ 7 തലങ്ങളാണ് ഊർധ്വ ലോകങ്ങൾ. അരക്കെട്ട് മുതൽ താഴത്തേക്കാണ് അധോലോകങ്ങൾ. ഈ അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും ദ്വിതീയ സ്കന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഭഗവാന്റെ ശരീരം. ഈ ഭഗവാന്റെ ശരീരമായിരിക്കുന്ന 14 ലോകങ്ങളിൽ അരക്കെട്ട് മുതൽ താഴത്തേക്കുള്ളത് പാതാളത്തിൽ വന്ന് നിൽക്കുന്നു. അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. അതുപോലെ തലയിലേക്ക് കയറി നമ്മൾ സഹസ്രാര പത്മത്തിൽ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ 2 അന്തിമസ്ഥാനങ്ങൾ, താഴത്തറ്റം, മുകളിലത്തറ്റം. അപ്പോൾ അതേ രീതിയിൽ അരക്കെട്ട് എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോർഷൻ ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ വായിക്കാറില്ലേ? ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ കണ്ട ആധക്കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടയതാ പന്നകട്യധോഭാഗധാരിണി. ഈ 3 ഭാഗങ്ങൾ ശരീരത്തിലിട്ടുകൊണ്ട് മധ്യകൂടം എന്ന് പറയുന്ന കഴുത്തു മുതൽ ഈ പറയുന്ന അരക്കെട്ട് വരേക്ക് ശ്രദ്ധിക്കുക. അവിടം വാസ്തവത്തിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മൾ അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴും. എത്ര പ്രായം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാഷായ വേഷം പൊതച്ചുകൊണ്ട് നടക്കുന്ന സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിലുമുള്ള വികാരം പണ്ട് കാവാലിക എന്ന് പറയുന്ന നാടകത്തിൽ എൻ പിള്ള പറഞ്ഞ പോലെ അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ കാണാം ഓരോരുത്തരുടെ വേഷം കെട്ടലുകളോ അവരുടേതായിട്ടുള്ള തനതായ സ്വഭാവവും എന്ന് പറയുന്ന പോലെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ ശരീരാന്തർഗതമായിരിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉണർത്തിക്കൊണ്ട് പോരുമ്പോൾ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഭൂമിക അല്ലെങ്കിൽ അത്തരത്തിലുള്ള തലം, അത് ഏറ്റവും താഴത്തുള്ള മൂലാധാരം, അതിനെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് പോകാതിരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്നാണ് ഈ പ്രാർത്ഥന. ഒന്നുകൂടി മന്ത്രം ജപിക്കാം. എന്താ? അത് ശരീരത്തെ ഒട്ടാകെയല്ല, നമ്മുടെ നട്ടെല്ലിൻ്റെ ഉള്ളിൽ, സുഷുമ്നാഖണ്ഡത്തിൽ, സ്പൈനൽ കോഡിൽ, ഏറ്റവും താഴത്ത് മൂലാധാര പത്മം എന്ന് പറയുന്ന ചതുർദള പത്മത്തിൽ, ത്രികോണത്തിൻ്റെ നടുവിൽ, ബിന്ദുസ്ഥാനത്ത് കുടികൊള്ളുന്ന എന്നെ, ജീവിക്കുന്ന ജീവനെ, അത്തരത്തിലുള്ള എന്നെ നിങ്ങൾ രക്ഷിക്കണമല്ലയോ വരാഹമൂർത്തയെ. അവിടെ രക്ഷിച്ചിട്ട് താഴത്തേക്ക് പോകാതിരിക്കണം. പതുക്കെ മുകളിലേക്ക് കയറാൻ സാധിക്കുകയും വേണം. ഇതാണ് വരാഹമൂർത്തി ആദ്യം വരാൻ കാരണം. പറയൂ നിങ്ങൾ ഉത്തരം. എന്തുകൊണ്ട് വരാഹമൂർത്തി ഭാഗവതത്തിൽ വന്നു എന്ന് താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹം തന്നെ ആദ്യം വരണം. കാരണം എന്താ? നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശുഭേച്ഛ മുതൽ ഇങ്ങനെ കടന്നുകൂടിയിട്ട് അവസാനം തുര്യ എന്ന് പറയുന്ന തലയിൽ എത്തണമെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടായിരിക്കുന്ന മൂലാധാര പത്മത്തെ ആര് രക്ഷിക്കണം? വരാഹമൂർത്തി. മറന്നു പോകുമോ? നമ്മുടെ ശരീരത്തെ അപ്പാടെ നട്ടെല്ലിൻ്റെ കൂട്ടത്തിൽ, ആ കൂട്ടത്തിലുള്ളിൽ സുഷുമ്നാഖണ്ഡത്തെ പ്രത്യേകിച്ചും, അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ രക്ഷിക്കേണ്ട വരാഹമൂർത്തിയുടെ അവതാരമാണെന്ന് സംഭവിച്ചത്. ഒന്നുകൂടി. ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി തദാപയ. മുൻപ് പ്രസംഗിച്ച പ്രഭാഷകന്മാർ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്നന്തരം, ഈശാനുഗത, നിരോധം, മുക്തി, ആശ്രയം എന്നെല്ലാം തന്നെ പറയുക 10 ലക്ഷണങ്ങൾ ഓരോന്നും വിശകലനം ചെയ്ത് ഇവിടെ മാധവനായാലും അവരെല്ലാവരും തന്നെ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ദശലക്ഷണങ്ങൾ ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം മുതൽ ദ്വാദശസ്കന്ധം വരേക്ക് നീണ്ടു കിടക്കുന്ന ഈ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ഇവിടെയും വാസ്തവത്തിൽ തൃതീയ സ്കന്ധത്തിൻ്റെ ലക്ഷണമാണ് സർഗം എന്ന് പറയും. പക്ഷേ വിസർഗവും കടന്നുകൂടിയിട്ടുണ്ട്. സർഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി, വിസർഗം എന്ന് പറഞ്ഞാൽ അവാന്തര സൃഷ്ടി. ആദ്യത്തെ സൃഷ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ബ്രഹ്മാവ് വരേക്ക്. അപ്പോൾ ബ്രഹ്മാവ് വരേക്ക് സൃഷ്ടമായിട്ടുള്ള ആദ്യത്തെ സൃഷ്ടിയെ സർഗം എന്ന് പറയുമ്പോൾ
അതിനെ തുടർന്നുള്ള വിസർഗമാണ് അവാന്തര സൃഷ്ടി. നമ്മളെല്ലാം തന്നെ അവാന്തര സൃഷ്ടിയിൽപ്പെട്ടതാണ്. അങ്ങനെ അവാന്തര സൃഷ്ടിയിലേക്ക് വന്നപ്പോൾ ബ്രഹ്മദേവൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് 2 പേര് ജനിച്ചു. അവരിൽ ഒരുത്തനാണ് സ്വയംഭുവൻ മനു, ഭാര്യ എന്ന് പറയുന്ന ശതരൂപ. സ്വയംഭുവൻ എന്ന് പറയുന്ന മനു, അതുപോലെ ശതരൂപ എന്ന് പറയുന്ന ഭാര്യ, ആ ദമ്പതികൾ അവർ വാസ്തവത്തിൽ ബ്രഹ്മദേവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായി. ആദം ഹവ്വ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ. അപ്പോൾ ഇത്തരത്തിൽ 2 പേര് ചിന്തിക്കുക. സ്വയംഭൂ മനു എന്ന് പറഞ്ഞാൽ സ്വയം ജനിച്ചത്. ശതരൂപ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, അനവധി രൂപങ്ങളുള്ളത് സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്ന പല പല വേഷം കെട്ടുന്ന രൂപങ്ങൾ ആർജിക്കുന്ന പ്രകൃതിയിലെ പല പല പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ആ ശതരൂപയും സ്വയംഭുവൻ എന്ന് പറയുന്ന മനുവും കൂടി ദമ്പതികളായിട്ട് മൈഥുന രീതിയിലൂടെ സൃഷ്ടിച്ച 2 ആണുങ്ങളാണ് ഉത്താനപാദനും പ്രിയവ്രതനും. ആ കഥാപാത്രങ്ങളെ ഓർക്കുക, ഉത്താനപാദൻ, പ്രിയവ്രതൻ. ആ ഉത്താനപാദൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത തല കിഴക്കണം തൂക്ക്. ഉത്താനപാദൻ, പാദം മുകളിൽ, തല താഴെ. ഉത്താനപാദൻ നമ്മൾ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉത്താനപാദന്മാരെന്ന് പറയാൻ എന്തേ കാരണം? നമ്മൾ അധപ്പതിച്ച രീതിയിലാണ്. നമ്മുടെ ചിന്താഗതികളെല്ലാം തന്നെ തലതിരിഞ്ഞതാണ്. തലതിരിഞ്ഞ രീതിയിലാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് പോകുന്നതും. നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് തലതിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകുന്നു. തല എടുത്തു വച്ചാണ് പോകുന്നത്, കാലെടുത്തു വച്ചല്ല പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും തലകിഴക്കണം തൂക്കായിട്ട് ജനിച്ച ഉത്താനപാദൻ ഒരു കഥാപാത്രം. പ്രിയവ്രതൻ എന്ന് പറയുന്ന മറ്റൊരു മകൻ, അയാൾ എപ്പോഴും സദാ തപസ്സിലും ആ വ്രതാനുഷ്ഠാനങ്ങളിലും ഇങ്ങനെ ജാഗരൂകനായിരുന്നു. അങ്ങനെ 2 ആൺമക്കൾ. അത് കഴിഞ്ഞിട്ട് ആകൂതി, പ്രസൂതി, ദേവഹൂതി എന്ന് പറയുന്ന 3 പെൺമക്കൾ. ഇത്തരത്തിലുള്ള 5 പേര് ഉൾക്കൊള്ളുന്നൊരു കുടുംബം സ്വയംഭുവനവും ശതരൂപ എന്ന് പറയുന്ന ദമ്പതികൾക്കും ഉണ്ടായത്. അവർ പിന്നാലെ വീണ്ടും ജനിപ്പിക്കാൻ ഇങ്ങനെ ഉദ്യമിച്ചപ്പോൾ അങ്ങനെ സൃഷ്ടിക്കുന്ന ജീവജാലങ്ങളെ എവിടെ നിക്ഷേപിക്കുമെന്ന് നോക്കാനായിട്ട് ഭൂമിയെ അവർ അന്വേഷിച്ചപ്പോൾ ഭൂമിയെ കാണാനില്ല. സങ്കടവുമായിട്ട് ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവൻ ധ്യാനിച്ചു എന്ന്. ഇനിയാണ് വിഷയം. നമ്മളെല്ലാവരും തന്നെ ബ്രഹ്മദേവനിൽ നിന്ന്, അഥവാ ഈ പറയുന്ന ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ബ്രഹ്മദേവനിൽ നിന്ന് പഠിക്കേണ്ടത് ധ്യാനമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്ന 3 കൂട്ടം കാര്യങ്ങൾ അത് അനിവാര്യമായിട്ട് നമ്മൾ ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് ചതുശ്ലോകി ഭാഗവതം കിട്ടും. നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ബ്രഹ്മദേവൻ സ്വജീവിതം കൊണ്ട് കാണിച്ചു തന്നതാണ് ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്ന ആ അവസ്ഥകളെല്ലാം തന്നെ നമ്മൾ ആർജിച്ചിരിക്കണം. അതിവിടെ കാണാം. അപ്പോൾ എല്ലാ തരത്തിലും ധ്യാനനിരതമായിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ചതുശ്ലോകിയായാലും ഇതര കാര്യങ്ങളായാലും എല്ലാം ഉണ്ടാകുമ്പോൾ ഇവിടെയും ബ്രഹ്മദേവൻ ഇങ്ങനെ ധ്യാനത്തിൽ ആരൂഢനായി കണ്ണടച്ചിങ്ങനെ ഇരുന്നു. എവിടെ പോയി ഈ ഭൂമി എന്നറിയാൻ. ഭൂമിയായിട്ട് ബന്ധം ഈ പറയുന്ന ബ്രഹ്മാവിനില്ല. നാൻമുഖനാണെങ്കിൽ ജലപ്രളയത്തിൽ അല്ലെങ്കിൽ ജലത്തിൻ്റേതായിട്ടുള്ള പ്രത്യേക സങ്കേതത്തിൽ ഒരൊറ്റ താമരപ്പൂവിൻ്റെ നടുവിലിങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് ഭൂമിയുമായിട്ട് ബന്ധമില്ല. അദ്ദേഹം വാസ്തവത്തിൽ നോക്കി എവിടെയാണ് ഈ ഭൂമി പോയത്. എവിടെയോ ഈ അഗാധതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്ന ഒരു ദുഷ്ടനായിരിക്കുന്ന അസുരനെന്ന് കണ്ടു. ഉടനെ നാരായണനോട്, തൻ്റെ അന്തര്യാമിയായിരിക്കുന്ന തൻ്റെ അകത്തുകൂടി കൊള്ളുന്ന നാരായണനോട് പ്രാർത്ഥിച്ചു, രക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ പറയുന്ന അന്തപ്രവിശ്യ എന്നുള്ള ശ്ലോകം ജപിക്കാൻ തുടങ്ങിയത്. അല്ലയോ അകത്തുകൂടി കൊള്ളുന്ന നാരായണ. അതെന്താ പറഞ്ഞ? ഉള്ളിൽ കടന്ന് മമസുപ്ത വചസ്സിനും കൈ, കാൽ, തോല്, കണ്ണ്, ചെവി തുടങ്ങിയവയ്ക്കുമെന്നും ആർ സ്വാഭയാൽ കൊടുക്കുവതാ നമിക്കാം ആ സർവശക്തിധരനായ ഭഗവാൻ ഭവാനേ. ഉള്ളിൽ കൂടി കൊള്ളുന്ന ഈശ്വരൻ. അപ്പോൾ എവിടെയും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മദേവൻ അകത്തുകൂടി കൊള്ളുന്ന നാരായണനോടല്ലാതെ യാതൊരു കാര്യവും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒടുവിലേക്ക് ചെല്ലുമ്പോൾ 12 സ്കന്ധത്തിൽ 12ാമത്തെ സ്കന്ധത്തിൽ പരബ്രഹ്മോപദേശം കഴിഞ്ഞ് ശുഖബ്രഹ്മം ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ, എന്നിട്ട് ഈ പരീക്ഷിത് മഹാരാജാവ് തക്ഷകാഗ്നിയിൽ തക്ഷകൻ കടിച്ച് അതിൽ ദഹിച്ചു പോയതിന് ശേഷം വീണ്ടും ഇങ്ങനെ തുടർന്നു പോകുന്ന ഭാഗവതത്തിൽ എവിടെ നിന്നാണ് വേദം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ധ്യാനനിരതനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന്. ധ്യാനനിരതനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓങ്കാരം, നാദം ഇങ്ങനെ ധ്വനിച്ചു തുടങ്ങി. ഏതൊരു നാദമാണോ ഇങ്ങനെ അങ്കുരിച്ചത് അത് പിന്നാലെ ത്രിവ്രൾ എന്ന് പറയുന്ന ആ ഓമ എന്ന് പറയുന്ന അക്ഷരങ്ങളായിട്ട് മാറി. അതിൽ നിന്ന് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടായി. ആ അക്ഷരങ്ങളിൽ നിന്ന് വേദമുണ്ടായി എന്നാണ്. അപ്പോൾ ധ്യാനിക്കുക എന്ന് പറയുന്ന അകത്തേക്ക് ഉറ്റുനോക്കുക, അന്തർമുഖനാകുക. അങ്ങനെ അന്തർമുഖനായി കഴിഞ്ഞാൽ കിട്ടുന്നത് ലളിതാ സഹസ്രനാമം പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ സുദൃഢമായിട്ട് ഉറപ്പിക്കൂ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അപ്പോൾ എല്ലാ തരത്തിലും അകത്ത് നിന്ന് വരണം വേദം,
അകത്തുനിന്ന് വരണം ദേവൻ, അകത്തുനിന്ന് വരണം ഈ പറയുന്ന അറിവ്, അകത്തുനിന്ന് വേണം എല്ലാം ഉണ്ടാകാനായിട്ട്. അക്കൂട്ടത്തിലകത്തേക്ക് ഇങ്ങനെ ധ്യാനിച്ചു നാരായണനെ. ആ നാരായണൻ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ ഒരു പന്നിക്കുട്ടിയായിട്ട് പുറത്തേക്ക് വന്നു എന്ന്. വീണ്ടും തള്ളവിരൽ. നമ്മുടെ വേദവേദാന്തങ്ങളും അല്ലെങ്കിൽ സങ്കല്പങ്ങളും ഈ പറയുന്ന ഭാഗവതവും ഉടനീളം നമ്മൾക്ക് ഇട്ടുതരുന്ന ഈശ്വരൻ്റെ ഭാവം, അല്ലെങ്കിൽ ഈശ്വരൻ്റേതായിട്ടുള്ള അളവ്, അയാളുടേതായിട്ടുള്ള രൂപം, അയാൾ എത്രമാത്രം വലിപ്പമുള്ളത് എന്ന് പറയുന്നത് മുഷ്ടി ചുരുട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തള്ളവിരലിൻ്റെ വലിപ്പമാണ്. ഇത് മുഷ്ടിമുദ്ര. ഈ മുഷ്ടിമുദ്ര ഹൃദയത്തിൽ ഇങ്ങനെ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന അങ്കുഷ്ടമെന്ന് പറയുന്ന തള്ളവിരൽ, അതാണ് ഈശ്വരൻ്റെ വലിപ്പം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളും വാസ്തവത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ ഇതുപോലെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തൃക്കൈ ആ ഭഗവാനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ മുഷ്ടിമുദ്ര പിടിച്ച് അമർത്തി പിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ ഒന്ന് പിടിക്കാമോ ഹൃദയത്തിൽ? ഇത് മുഷ്ടിമുദ്ര. ഈ മുഷ്ടിമുദ്രയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് തൃക്കൈ ഭഗവാന്റേതായിട്ടുള്ള വലിപ്പമാണ്. ഇത്രയുമാണ് പ്രപ്പോർഷനേറ്റായിട്ട് ആനുപാതികമായിട്ട് നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട് ഭഗവാൻ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ വലിപ്പത്തിലാണ് ആനുപാതികം. അപ്പോൾ ഭഗവാന്റെ വലിപ്പം അത്രയുമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള രീതി വേറെ. ഇതെല്ലാം തന്നെ കൂട്ടിയെടുത്താൽ എത്രമാത്രം വലിപ്പമുണ്ടെന്ന് പറയാൻ നിവർത്തിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ മുഷ്ടിമുദ്ര പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് ജപിക്കാം നമുക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വാസുദേവനെ, താൻ ഏതൊരു വാസുദേവൻ്റെ പൊക്കൽക്കൊടിയിൽ നിന്നിങ്ങനെ മുളച്ചു വന്ന താമരപ്പൂവിലാണോ ഇരിക്കുന്നത്, ഏതൊരു വാസുദേവനാണോ പാലാഴിയിൽ അനന്തൻ്റെ മേത്ത് ഇങ്ങനെ ശയിക്കുന്നത്, ആ വാസുദേവനെ സ്മരിച്ചുകൊണ്ട് ജപിച്ചപ്പോൾ ഈ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ അകത്തുകൂടി കൊള്ളുന്ന വാസുദേവൻ അതേ വലിപ്പത്തിൽ പന്നിയുടെ വേഷം കെട്ടി പുറത്തേക്ക് ചാടി വന്നു. ഇത് വരാഹാവതാരം. അപ്പോൾ വരാഹാവതാരത്തിന് കാരണം എന്തേ? ഭൂമി എന്ന് പറയുന്നൊരു പ്രദേശം, പ്രതലം, നല്ല രീതിയിൽ സൃഷ്ടിജാലങ്ങളെയെല്ലാം നിക്ഷേപിക്കാനുള്ള ഭൂമി, അത് കാണാതെ വന്നപ്പോൾ ധ്യാനനിരതനായിരിക്കുന്ന ബ്രഹ്മാവ് തൻ്റെ മകൻ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടി തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോന്നു എന്ന്. ഒരു കാര്യം കൂടി ഉറപ്പിക്കണം, ഇവിടെ തൃക്കൈ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അകത്ത് നിന്നാണ്. ഇവിടെ തന്ത്രിമാർ പലരും വന്നില്ലേ? തന്ത്രിമാർ വന്നിട്ട് വാസ്തവത്തിൽ വിളക്ക് കൊടുത്തിയ കാര്യത്തിൽ എന്തോ ഒരു ചെറിയ ഇതുപോലെയൊക്കെ തോന്നി നമുക്ക്. എങ്കിലും ആ തന്ത്രിമാരെല്ലാവരും തന്നെ ആവാഹിക്കുന്നത് പുറത്തു നിന്നാണെന്ന് തോന്നും, പക്ഷേ അകത്ത് നിന്ന് കൂടിയാണ്. പക്ഷേ ഇന്നത്തെ സാധനയില്ലാത്ത, ഉപാസനയില്ലാത്ത, വൈഭവമില്ലാത്ത, പുരസ്കരണാദികളിലൂടെ ശക്തി സമാർജിക്കാത്ത ഈ താന്ത്രികന്മാർ അവരൊരു സുപ്രഭാതത്തിൽ ദക്ഷിണ കെട്ടിക്കഴിഞ്ഞാൽ പോയി എന്ത് പ്രതിഷ്ഠയും നടത്തും എന്നുള്ള രീതിയിലേക്ക് അധപ്പതിച്ചതുകൊണ്ട് അവർക്ക് ഉപാസനാബലമില്ലാത്തതുകൊണ്ട് അകത്ത് നിന്നുകൂടി പ്രതിഷ്ഠിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈശ്വര പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ വിഗ്രഹത്തെ എടുത്തിങ്ങനെ വച്ച് പ്രതിഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ തന്നിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അകത്തു നിന്നും പുറത്തു നിന്നും അന്തര്യാമിയായിട്ടുള്ള ബഹിർയാമിയായിട്ടുള്ള എല്ലാ തരത്തിലും അകത്തും പുറത്തുമുള്ള ഈശ്വര ചൈതന്യത്തെയാണ് ഇങ്ങനെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ തൃക്കൈ തേവരെന്ന് പറഞ്ഞാൽ അങ്കുഷ്ടമാത്രതുല്യനായിട്ട് തന്ത്രിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവൻ, പുറത്തേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ബൃഹത്തായ രൂപത്തിൽ വലുതായവൻ ഇവിടെയും സംഭവിക്കുന്നു. അകത്തുനിന്നൊരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ആനയുടെ വലിപ്പമായി, അത് വലുതായി ഭീമാകാരനായി. അങ്ങനെ വലുതായി തീർന്ന ഈ പറയുന്ന വരാഹമൂർത്തി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചെന്ന് എവിടെയാണോ ഭൂമിയെ ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ, അയാളെ തച്ചു കൊന്ന് അതിനെ വീണ്ടെടുത്തുകൊണ്ട് ആ മോന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൻ്റെ ഈ പറയുന്ന തേറ്റയുടെ പുറത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അണ്ട ആകൃതിയിലുള്ള ആ ഭൂമിയെ കൊണ്ടുവന്ന് യഥാന്യായം ആ ഭ്രമണവീതിയിൽ സ്ഥാപിച്ചു എന്ന കഥ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ എവിടെ നിന്ന് പോന്നു? തൻ്റെ ഉള്ളിൽ നിന്ന്, സാധകൻ്റെ ഉള്ളിൽ നിന്ന്, ഉപാസകൻ്റെ ഉള്ളിൽ നിന്ന്. ഏതൊരു ദേവതാ ചൈതന്യവും അത്തരത്തിലായിരിക്കണം. നമ്മളോട് ബന്ധമില്ലാത്തൊരു ഈശ്വര ചൈതന്യം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ തന്നെ നമ്മൾ പുറത്ത് കാണുന്നു. ഇവിടെയും ഈ പറയുന്ന ധ്രുവൻ അകത്ത് കണ്ടതിനെയല്ലേ പുറത്ത് കണ്ടത്? യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസദംന അന്യാം സഹസ്തചരണ ശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം പ്രാണാൻ നമോ. പ്രാണൻ. നിങ്ങൾ ഈ അടുത്തേട രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അവിടെയും വാസ്തവത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയൊന്നും ഈ പറയുന്ന പ്രധാനമന്ത്രിയല്ല,
താന്ത്രികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ തന്ത്രിമുഖ്യന്മാർ അനവധി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട് യജമാനൻ എന്നുള്ള നിലയിൽ. ആ യജമാനഭാവത്തിൽ സങ്കല്പിച്ചതിൻ്റെ കൂട്ടത്തിൽ അവിടെ തന്ത്രിമുഖ്യന്മാർ അതിനെ പ്രതിഷ്ഠിച്ചു. ഓം ആം ഹ്രീം ക്രോം എന്ന് പറയുന്ന മന്ത്രാക്ഷരങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അന്ന് വന്ന് അങ്ങനെ പരസ്യം ചെയ്യപ്പെട്ട രംഗം, അതിലൂടെ നിങ്ങൾ ശബ്ദത്തിൻ്റെ ഈ മന്ത്രത്തിൻ്റെ ധ്വനി കേട്ട് കാണും. ഓം ആം ഹ്രീം ക്രോം, ആം ഹ്രീം ക്രോം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വലിച്ചു കൊണ്ടുവരികയാണ് ഭഗവാന്റെ പ്രാണനെ. സാക്ഷാൽ രാമൻ്റെ പ്രാണനെ പാശം കൊണ്ടും അങ്കുശം കൊണ്ടും കെട്ടിപ്പിടിച്ചും വെട്ടിപ്പിടിച്ചും അത്തരത്തിലിങ്ങനെ ആവാഹിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അത്തരത്തിൽ സ്ഥാപിക്കുന്ന പ്രാണപ്രതിഷ്ഠ, ജീവപ്രതിഷ്ഠ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ചെയ്യുന്നത് അകത്തു നിന്നും പുറത്തു നിന്നുമാണ്. അകത്തു കുടികൊള്ളുന്ന ഈശ്വരനെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പുറത്തു നിന്ന് ഈശ്വരനെ ആവാഹിക്കാൻ കഴിയുമോ? ബാഹ്യപ്രവൃത്തിയായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കോസ്മിക് പവർ, അതിനെ നിങ്ങൾക്ക് ആവാഹിക്കാൻ തക്ക ശേഷി വേണമെങ്കിൽ അകത്തുകൂടി കൊള്ളുന്ന പവർ, ആ ഊർജ്ജത്തെ, ആ പ്രാണനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ഉപാസന വൈദഗ്ധ്യം നമ്മൾ നേടേണ്ടതല്ലേ? ഇതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചത്. ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ് മാത്രമല്ല, അദ്ദേഹത്തിന് പല പല സിദ്ധികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നാരായണനെയാണ് ധ്യാനിച്ചത്. ഉള്ളിൽ കുടികൊള്ളുന്ന നാരായണൻ പന്നിവേഷം കെട്ടി പുറത്തേക്ക് വന്ന് ഭീമാകാരനായി നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ തേറ്റമേലെടുത്തു വച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഭ്രമണവീതിയിൽ സ്ഥാപിച്ചു. ആ കഥയാണ് വരാഹാവതാരം. പക്ഷേ അതിൽ ചിന്തനീയമായിട്ടുള്ള നിങ്ങൾ ചിന്തിച്ചോവോ? തൻ്റെ ഉള്ളിൽ നിന്ന് വരാഹമൂർത്തി വരുന്നില്ല എങ്കിൽ യാതൊരു ഗുണവുമില്ല. തൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ വാസ്തവത്തിൽ ആനന്ദാനത്ത് ഭഗവതി വരുന്നില്ല എങ്കിൽ ഒരു ഗുണവുമില്ല. അവിടെ കല്ലും കട്ടയുമായിട്ട് കുറേ പൂജകളും പുഷ്പാഞ്ജലികളും നടത്തി പ്രസാദവും വാങ്ങി അതെല്ലാം തലയിൽ ഇങ്ങനെ വച്ച് തേച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അന്തർമുഖ സമാരാധ്യായിരിക്കുന്ന ഭഗവതിയാണത് എന്ന് ചിന്തിച്ചില്ല എങ്കിൽ ഗുണമില്ല. ഇവിടെ ഈ പറയുന്ന തൃക്കൈ ഭഗവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാക്ഷാൽ ഈശ്വര സ്വരൂപം എൻ്റെ ഉള്ളിലാണോ എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഒന്നുകൂടി ചിന്തിക്കാം നമുക്ക്. അപ്പോൾ ഇത്തരത്തിൽ അകത്തുകൂടി കൊള്ളുന്ന നാരായണനാണ് പുറത്തേക്ക് ഈ പറയുന്ന അങ്കുഷ്ടം അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ വലിപ്പത്തിലുള്ളയാൾ പെട്ടെന്നിങ്ങനെ വലുതായി മാറി നഷ്ടപ്പെട്ടു പോയ ഉരുണ്ട ഗോളത്തെ, ആ ഭൂമിയെ, ആ പ്രതലത്തെ യഥാസ്ഥാനം കൊണ്ടുവന്ന് വച്ച് നിക്ഷേപിക്കാൻ, അല്ലയോ സ്വയംഭൂമനുവേ അല്ലെങ്കിൽ ശതരൂപ ഈ ദമ്പതികളെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടജാലങ്ങളെ മുഴുവൻ നിക്ഷേപിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ സ്ഥാപിച്ചു കൊടുത്തത്. ഇതിലെന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? നമ്മൾ മനുഷ്യരായാലും മനുവിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളവരാണ് മനുഷ്യർ, മനുവിനെ തുടർന്ന് മനുഷ്യൻ. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരായ നമ്മളെല്ലാവരും തന്നെ ദാമ്പത്യ വിനോദത്തിലൂടെ അത്തരത്തിലുള്ള ഈ ചെയ്തികളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുമ്പോൾ, അത്തരത്തിൽ കുട്ടികളെയെല്ലാം തന്നെ വാർത്തെടുക്കുമ്പോൾ അവരെ നിക്ഷേപിക്കാനുള്ള നല്ലൊരു ഭൂമി, നല്ലൊരു പ്രദേശം കണ്ടിരിക്കണം. ആ നല്ലൊരു പ്രദേശം എന്താ? അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വീണ്ടെടുത്തു തരുന്ന പ്രദേശം, ഈശ്വരീയമായിട്ടുള്ള അനുഭൂതിയുള്ള, ഈശ്വരീയമായിട്ട് സാക്ഷാത്കാരമുള്ള, അദ്ദേഹത്തിൻ്റെ അംഗീകാരമുള്ള, എല്ലാ തരത്തിലും അനുമതിയുള്ളൊരു സങ്കേതത്തിൽ നമുക്കൊരു വീട് പണിയാൻ കഴിയണം. ഇന്നത്തെ ഗതികേടുകൾക്ക് എന്താ കാരണം? ഇന്നൊരു വീട്ടിലും വാസ്തവത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം എന്താ? നിലത്തെ പുരയിടമാക്കാനായിട്ട് എന്തെല്ലാം നിയമം വന്നാലും നിലം തന്നെയാണ്. നിലമെന്ന് പറയുന്ന പുരയിടമാക്കി മാറ്റിയാലും അത് പുരയിടമാകുന്നില്ല. അതിൽ കൊണ്ടുവന്ന് പെര വച്ചാൽ എന്ത് ഗതി കിട്ടാനാണ്? ശ്മശാനഭൂമിക്ക് സദൃശമായിരിക്കുന്ന ഭൂമികളിലെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിൽ വീട് വെച്ച് താമസിച്ചാൽ പ്രാന്തം പിച്ചും പേയുമല്ലാതെ എന്ത് പുണ്യമാണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുരയിടമെന്നും നിലമെന്നും എന്ന് തിരിച്ച് ഈ പറഞ്ഞ ഭൂമിക്ക് പണ്ട് കാരണവന്മാർ ഉണ്ടാക്കിയ വ്യത്യാസം അതിനെ മറികടന്നുകൊണ്ട് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. വളരെ ചണ്ടമായിരിക്കുന്ന സ്വഭാവമുള്ള ചില നിലങ്ങൾ അല്ലെങ്കിൽ ചെളിപൂണ്ട് കിടക്കുന്ന സങ്കേതങ്ങൾ അതെല്ലാം തന്നെ നികത്തിക്കൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോഴും ഗതികെട്ട കുടുംബങ്ങളെ പാർപ്പിച്ചുകൊണ്ട് നാശത്തിൻ്റെ അങ്ങേയറ്റത്തൊരവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലേക്കല്ലേ നമ്മൾ പോകുന്നത്? അവിടെയെല്ലാം തന്നെ ഭൂമി എന്ന് പറഞ്ഞാൽ യഥോചിതമായിരിക്കുന്ന ഭൂമി, അർഹമായിരിക്കുന്ന ഭൂമി, പുര പണിയാൻ പറ്റിയ പുരയിടം, നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്ന യാഗഭൂമി, പലതും സൃഷ്ടിക്കാൻ കഴിയുന്ന യോഗഭൂമി, അതേ രീതിയിലുള്ള ഭൂമിയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആരെ കിട്ടി? ഈ പറയുന്ന വരാഹമൂർത്തി. ഒന്നുകൂടി, ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി ദതാപയ. ഉറപ്പിക്കുക, വേദവ്യാസന് ഗ്ലാനി ഉണ്ടായത് താൻ ഈശ്വരനാണെന്നുള്ള ബോധം മറഞ്ഞുപോയത് കൊണ്ടാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. ഈ വേദവ്യാസർക്ക് ദുഃഖമുണ്ടായത് താൻ ഈശ്വരനാണെന്നുള്ള ആ അറിവ് ഇല്ലാതെ പോയത് കൊണ്ടാണ്. അത്തരത്തിലുള്ള അറിവില്ലായ്മ, അജ്ഞാനം, അത് വാസ്തവത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്
ഭാഗവതോപദേശം ചെയ്ത നാരദരെ ആ ഉപദേശത്തിലൂടെ വാസ്തവത്തിൽ ധ്യാനനിരതനായിട്ടുള്ള വേദവ്യാസർക്ക് മായയെ കാണാൻ കഴിഞ്ഞു, പുരുഷനെ കാണാൻ കഴിഞ്ഞു. ആ മായയെ പ്രത്യേകിച്ച് പ്രതിപാദിച്ചു. ഇവളാണ് വഞ്ചകി, ഇവളാണ് ചതിക്കുന്നത്, ഇവളാണ് എന്നെ ഭ്രമിപ്പിക്കുന്നത്, ഇവളാണ് ഈശ്വരനാണ് ഞാനെന്നുള്ള ബോധത്തെ മറച്ചു വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതം രചിച്ചു.